2019 LSS പരീക്ഷയിലെ ഓരോ സ്കോർ വീതമുള്ള 9 ചോദ്യങ്ങൾ പരിചയപ്പെടാം. തുടങ്ങാം. 6നും 26നും ഇടയിലുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്രയായിരിക്കും? ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലെ. ഏറ്റവും ആദ്യത്തെ ഒറ്റ സംഖ്യ 1, അത് കഴിഞ്ഞാൽ 3, 5, 7, 9, 11, 13, 15, 17, 19 ഇങ്ങനെ പോകുന്നതാണ് ഒറ്റ സംഖ്യ. ഒറ്റ സംഖ്യകളുണ്ട്, ഇരട്ട സംഖ്യകളുണ്ട്. അപ്പൊ ഇതിൽ ഒറ്റ സംഖ്യയുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. 6നും 26നും ഇടയിലുള്ള ഒറ്റ സംഖ്യയുടെ തുക എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താ? അത് ഏതൊക്കെയാണ് ഒറ്റ സംഖ്യകൾ എന്ന് എഴുതി വെക്കുക അല്ലെ. എഴുതാം. 6 കഴിഞ്ഞാൽ പിന്നെ 7, 9, 11, 13, 15, 17, 19, 21, 23, 25. 25 കഴിഞ്ഞാൽ പിന്നെ 27. അത് വേണ്ട. 6നും 26നും ഇടയിലാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇതിന്റെ തുക പല രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതിപ്പോ 2 രീതി ഞാൻ പരിചയപ്പെടുത്താം. 2 രീതി. ഒന്നാമത്തെ രീതി എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഇതെല്ലാം എഴുതി കൂട്ടണം അല്ലെ. 7, 9, 11 എല്ലാം കൂട്ടി 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 അങ്ങനെയല്ലേ വേണ്ടത്. അങ്ങനെ അല്ലാത്ത രീതി എന്ന് വെച്ചാൽ ഇതിന് ആദ്യത്തെ ഏതാ 7, അവസാനത്തെ ഏതാ 25. 7ഉം 25ഉം കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 32. 7 കൂട്ടി 25. 7 കഴിഞ്ഞ അടുത്ത എന്താ? 9. 25 തൊട്ടിപ്പുറം എത്രയാ? 23. അത് കൂട്ടി എത്രയാണ്? 9, 23, അത് 32. 11ഉം 21, 32 വരും. 13ഉം 19, 32 വരും. 15, 17, 32 വരും. ഇങ്ങനെ നമ്മൾ ഓരോ അറ്റത്തുനിന്ന് 2 അറ്റത്തുനിന്ന് ഇങ്ങനെ കൂട്ടി കൂട്ടി വരികയാണെങ്കിൽ ഓരോന്നിന്റെയും തുക 32 വരും. അങ്ങനെയുള്ള എത്ര ജോഡി ഇതിൽ കിട്ടും അറിയോ? ഇതാകെ 10 സംഖ്യ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ 2 എടുക്കുമ്പോ 5 വരും അല്ലെ. അപ്പൊ നമുക്ക് 32, 5 കൂട്ടിയാൽ മതി. അല്ലെങ്കിൽ 32 ഗുണിക്കണം 5 കണ്ടാൽ മതി. 5, 32, 160. 5, 2, 10, 1 ബാക്കി. 5, 3, 15, 1, 16. അപ്പൊ നമുക്ക് അങ്ങനെ 160 കിട്ടും. എളുപ്പവഴിയാണ്. എല്ലാം എഴുതി കൂട്ടുന്നതിന് പകരം സിമ്പിളായി നമ്മുടെ ചെറിയൊരു ബുദ്ധി ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാന്നറിയോ? ഞാൻ എന്താ ചെയ്യാന്നറിയോ? ഞാൻ ചെയ്യാന്ന് വെച്ചാല് 1 മുതൽക്ക് 26 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണും. എന്നിട്ട് അതിൽ നിന്ന് 1 മുതൽക്ക് 6 വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക കുറക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര പ്രയാസമല്ലേ എന്ന്. കാരണം 6 മുതൽക്ക് 26 വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക കാണുന്നതിന് പകരം ഇതെന്തിനാ 1 മുതൽക്ക് എടുക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കും അല്ലേ. ചെയ്ത് നോക്കാം വെറുതെ. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? 1 മുതൽക്ക് 26 വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക കണ്ടിട്ട് 1 മുതൽക്ക് 6 വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക കുറക്കും. 1 മുതൽക്ക് 26 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ എന്താ വഴി എന്നറിയോ? എത്ര ഒറ്റ സംഖ്യകളുണ്ട് 1 മുതൽക്ക് 26 വരെ? 26 സംഖ്യകൾ മൊത്തമുണ്ട് അല്ലേ. അതിൽ ഒറ്റ സംഖ്യയുടെ അതിന്റെ പകുതി, ഇരട്ട സംഖ്യയുടെ പകുതി, അങ്ങനെയല്ലേ. ഒറ്റ സംഖ്യയുടെ എത്ര ഉണ്ട്? 13. ആ 13നെ 13 കൊണ്ട് ഗുണിക്കുക. എത്ര വരും? 169. ക്ലിയർ? 1 മുതൽക്ക് 26 വരെ ആകെ 26 സംഖ്യകൾ. ആ 26 സംഖ്യകളിൽ ഒറ്റ സംഖ്യകൾ 13. ആ 13നെ 13 കൊണ്ട് ഗുണിച്ചു 169. 1 മുതൽക്ക് 26 വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക കാണാനുള്ള സിമ്പിൾ മെത്തേഡാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. എന്ത്? 13 ഗുണിക്കണം 13, 169. അതിൽ നിന്ന് ഇതേപോലെ എന്ത് ചെയ്യണം? 1 മുതൽക്ക് 6 വരെയുള്ള ഒറ്റ സംഖ്യയുടെ തുക കണ്ടുപിടിക്കാം. അപ്പം നേരത്തെ നമുക്ക് 13 കിട്ടിയ എങ്ങനെയാണ്? 26ന്റെ പകുതി. ഇവിടെ 1 മുതൽ 6 ആവുമ്പോഴോ അതിന്റെ പകുതി അത് എത്രയാണ്? 3 ഗുണിക്കണം 3.
അത് എത്രയാണ്? 9. 169 നിന്ന് 9 കുറക്കുക. 1 മുതൽക്ക് 26 വരെയുള്ള തുക 169, 1 മുതൽക്ക് 6 വരെയുള്ള തുക 9. 169 നിന്ന് 169 നിന്ന് 9 കുറച്ചാൽ എത്ര വരും? 160. നമുക്ക് കിട്ടിയ എത്രയാണ്? 160. ഇപ്പൊ കിട്ടിയ എത്രയാണ്? 160. രണ്ടും ഒരേ എത്രയാണ്? ഇതിൽ ഏതാ എളുപ്പം? ഇതാണ് എളുപ്പം. ഞാനിങ്ങനെ മനസ്സ് കൂട്ടും. ഇങ്ങനെ 1 മുതൽക്ക് 26 വരെ 13 സംഖ്യ. അപ്പോ 13 ഗുണിക്കുന്ന 13 169 മൈനസ് 1 മുതൽക്ക് 6 വരെ എത്രയാണ്? 3 സംഖ്യ. 3 ഗുണിക്കുന്ന 3 9. 169 നിന്ന് 9 കുറച്ചാൽ 160 എന്ന് മനസ്സിൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഈ ബോർഡ് ചെയ്ത് കാണിച്ചു. ഓക്കെ, ഇതിന് ഈ രണ്ട് മെത്തഡിൽ ഏത് നിങ്ങളുടെ ബുദ്ധി പോലെ ഉപയോഗിക്കാം. പക്ഷെ എല്ലാം ഇങ്ങനെ എഴുതി കൂട്ടേണ്ട ആവശ്യമില്ല. അടുത്ത ചോദ്യം. 60 1 രൂപയും 34 10 രൂപയും 6 500 രൂപയും 3 2000 രൂപയും ചേർന്നാൽ എത്ര? ഇത് ഇവിടെ ചോദ്യം ഉണ്ടല്ലോ. ആ ചോദ്യത്തിനനുസരിച്ച് നമ്മൾ സംഖ്യകളൊന്ന് മാറ്റി എഴുതി കൂട്ടിയാൽ ഉത്തരമായി. എല്ലാം കൂടി ചേർന്നാൽ എന്ന് ചോദിക്കും, അതെല്ലാം കൂടെ കൂട്ടുക എന്നാണ് അർത്ഥം. എന്താ പറഞ്ഞിരിക്കുന്നത്? 60 1 രൂപ എത്രയാ? 60 തന്നെ. പ്ലസ് 34 10 രൂപ. 34 10 രൂപ എന്ന് പറയുമ്പോൾ 34ന്റെ കൂടെ ഒരു 0 ഉണ്ട്. എത്രയാ? 340. അടുത്തെന്താ? 6 500 രൂപ. 6 500 രൂപ ഇങ്ങനെ കാണും. 6 ഗുണിക്കണം 500. അപ്പൊ എത്ര വരും? 6 30 3000. പിന്നെ 3 2000. 3 ഗുണിക്കണം 2000 എത്രയാ? 6000. ഇത് കൂട്ടിയാൽ മതി. ഇതാ 1 2 3 4 0 ആണ്. അപ്പൊ 0 തന്നെ. 6 4 10 അപ്പോഴും 0 തന്നെ. ഒന്ന് ബാക്കി 1 3 4 3 6 9 9400 രൂപ. ഇത്രയേ ഉള്ളൂ. ഇവിടെ തന്നിട്ടുള്ള ഇതിനെ സംഖ്യയാക്കി മാറ്റാനുള്ള കഴിവും അതൊന്ന് കൂട്ടാനുള്ള കഴിവും മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. വേറെ ഒരു എക്സ്ട്രാ ബുദ്ധിയൊന്നും ആവശ്യമില്ല. അടുത്ത ചോദ്യം. ഒരു വരിയിൽ 40 സെന്റിമീറ്റർ അകലത്തിൽ 11 ചെടികൾ നട്ടു. ഒന്നാമത്തെ ചെടിയും 11ാമത്തെ ചെടിയും തമ്മിലുള്ള അകലം എത്ര? ഇതിൽ ചോദിച്ചിട്ടുള്ള എന്താ? ഒന്നാമത്തെ ചെടിയും 11ാമത്തെ ചെടിയും തമ്മിലുള്ള അകലം എത്ര? ഒന്നാമത്തെ ചെടി ഇതായിക്കോട്ടെ, 11ാമത്തെ ചെടി ഇത് ഒന്നാമത്തത്, ഇത് 11ാമത്തത്. ഇവ തമ്മിലുള്ള അകലാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി ഉത്തരം തെറ്റിക്കോട്ടെ എന്ന് കണക്കാക്കി തന്ന ചോദ്യമാണ്. പക്ഷെ നമുക്ക് തെറ്റരുത്. സാധാരണഗതിയിൽ എന്താ ചെയ്യുന്നത്? ഇവിടെ 11 ഓരോ വരിയിലും 40 സെന്റിമീറ്റർ ആകുമ്പോൾ 11 ഗുണിക്കണം 40 കണ്ട് 440 സെന്റിമീറ്റർ എഴുതി നമ്മൾ ഉത്തരം തെറ്റും. അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇത് ഒന്നാമത്തെ ചെടി, ഇത് രണ്ടാമത്തെ ചെടി. ഇവ തമ്മിലുള്ള അകലം എത്രയാണ്? 40 സെന്റിമീറ്റർ ആണല്ലോ. അപ്പൊ 2 ചെടി ഉണ്ടെങ്കിലും 40 സെന്റിമീറ്റർ, അല്ലാതെ 80 സെന്റിമീറ്റർ അല്ല. അപ്പൊ 11 ആണെങ്കിലോ? അപ്പൊ നമ്മൾ 10 എടുക്കുക. 11ൽ നിന്ന് 1 കുറയ്ക്കുക. എത്രയാണ്? 10. എന്നിട്ട് അതിനെ 40 സെന്റിമീറ്റർ കൊണ്ട് ഗുണിക്കുക. 10 40 400 സെന്റിമീറ്റർ അല്ലെങ്കിൽ 4 മീറ്റർ. 400 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാല് അത് 4 മീറ്റർ ആണ്. അപ്പൊ നിങ്ങൾക്ക് രണ്ടുത്തരം എഴുതാം. ഒന്നുകിൽ 400 സെന്റിമീറ്റർ എന്ന് എഴുതാം, അല്ലെങ്കിൽ 4 മീറ്റർ. 4 മീറ്റർ എന്ന് എഴുതുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി വന്നു ആ ഉത്തരത്തിൽ. അടുത്ത ചോദ്യം. ജഗന് മെയ് മാസത്തിൽ എല്ലാ ഞായറാഴ്ചയും 2ാം ശനിയാഴ്ചയും അവധിയായിരുന്നു. 21ാം തീയതി ശനിയാഴ്ച ആണെങ്കിൽ ജഗന് എത്ര ദിവസം അവധി ലഭിച്ചിട്ടുണ്ട്? അതാണ് ചോദ്യം. ജഗന് മെയ് മാസത്തിൽ എല്ലാ ഞായറാഴ്ചയും 2ാം ശനിയാഴ്ചയും അവധിയായിരുന്നു. 21ാം തീയതി ശനിയാഴ്ചയാണ്. 21ാം തീയതി ശനി, അത് ശനി. അപ്പോ
രണ്ടാം ശനി എപ്പോ വരും? 14 അല്ലേ? ശരി, ഇത് അവധി. പിന്നെ എല്ലാ ഞായറാഴ്ചയും വരുമ്പോൾ ഇത് നമ്മൾ എത്ര ഞായറാഴ്ച ഉണ്ടെന്ന് നോക്കണം. 14 ശനിയാണെങ്കിൽ ഞായർ എന്ത് വരും? ഞായർ 15 വരും അല്ലേ? 15 ഞായർ. 15 ഞായറാകുമ്പോൾ അടുത്ത ഞായർ എത്രയാ? 22. അടുത്ത ഞായർ 29. ഇപ്പുറത്തോ 8, 1. ഇതൊക്കെ ഞായറാണ്. 21 ശനിയാകുമ്പോ 22 ഞായറാണല്ലോ. 21 ഞായറാകുമ്പോ തൊട്ടിപ്പുറത്തെ ഞായർ 7 കുറക്കുക. 7 കുറച്ചാണല്ലോ നമ്മൾ കാണുക. അങ്ങനെയാകുമ്പോ 22, 15, 8, 1, 29. 1, 2, 3, 4, 5, 1. ആകെ എത്ര? 5 ഞായറാഴ്ചയും ഒരു രണ്ടാം ശനി. ചോദ്യം എന്താ? എത്ര ദിവസം അവധി ലഭിച്ചിട്ടുണ്ട്? 6 എന്നാണ് അതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം, 24 ഗുണിക്കണം 25 തുല്യമായത് ഏത്? 4 ഓപ്ഷനാണ്. 12 ഗുണിക്കണം 48, 18 ഗുണിക്കണം 50, 12 ഗുണിക്കണം 50, 12 ഗുണിക്കണം 75. 24 ഗുണിക്കണം 25 തുല്യമായതാണ് കണ്ടുപിടിക്കുന്നത്. 12 ഗുണിക്കണം 48 ഒന്നാമത്തെ ഓപ്ഷൻ, 18 ഗുണിക്കണം 50 രണ്ടാമത്തെ ഓപ്ഷൻ, 12 ഗുണിക്കണം 50 മൂന്നാമത്തെ ഓപ്ഷൻ, 12 ഗുണിക്കണം 75 നാലാമത്തെ ഓപ്ഷൻ. നമ്മൾ ഇത് തൽക്കാലം മാറ്റി വെക്കാം. ഇതവിടെ വെക്കട്ടെ, നമുക്ക് ലാസ്റ്റ് എടുക്കാം. ഇതിന് തുല്യമായത് കണ്ടുപിടിക്കാൻ ബാക്കി എല്ലാത്തിനും തന്നിരിക്കുന്നത് 12, 12, 12 എന്നാണ്. അതായത് 24 എന്തായി മാറി? 12 മാറി. അതിന്റെ പകുതിയായി. 24ന്റെ പകുതിയായി. ഇതിന് ഈ തന്ന 24 ഗുണിക്കണം 25 ഇത് തുല്യമാകണമെങ്കിൽ ഇത് പകുതിയാവുമ്പം ഇത് എന്താകണം അറിയോ? ഇരട്ടിയാകണം. ഇതിന്റെ പകുതി 12, ഇതിന്റെ ഇരട്ടി 50. ഇത് കിട്ടിയാൽ സംഗതി ഉത്തരം ശരിയാണ്. ഇതാ ഇവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട്, മൂന്നാമത്തെ ഓപ്ഷൻ, അതാണ് അതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം, 5:50 പുറപ്പെടേണ്ട ട്രെയിൻ 30 മിനിറ്റ് വൈകിയാണ് കോട്ടയത്ത് നിന്ന് പുറപ്പെട്ടതെങ്കിലും അന്നേ ദിവസം 15:10 മംഗലാപുരം സ്റ്റേഷനിലെത്തി. എങ്കിൽ കോട്ടയം മംഗലാപുരം യാത്രയ്ക്ക് എത്ര സമയം എടുത്തു? ഇതിലെ ചോദ്യം എന്താണ്? കോട്ടയം മംഗലാപുരം യാത്രയ്ക്ക് എത്ര സമയമെടുത്തു? കോട്ടയത്ത് നിന്ന് മംഗലാപുരത്തേക്ക് എടുത്ത വണ്ടിയുടെ സമയമാണ് കണ്ടുപിടിക്കുന്നത്, യാത്രാ സമയം. അങ്ങനെ യാത്രാ സമയം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യം വേണം? ഒന്ന് പുറപ്പെട്ട സമയം, മറ്റത് എത്തിച്ചേർന്ന സമയം. എത്തിച്ചേർന്ന സമയത്തിൽ നിന്ന് പുറപ്പെട്ട സമയം കുറച്ചാൽ യാത്രാ സമയം കിട്ടും. അപ്പൊ ഇതില് പുറപ്പെട്ട സമയത്തിന് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയോ? 5:50 പുറപ്പെടേണ്ട ട്രെയിൻ 30 മിനിറ്റ് വൈകി കോട്ടയത്ത് നിന്ന് പുറപ്പെട്ടു. 5:50 എന്ന് പറഞ്ഞാൽ എന്താ? 5 മണിക്കൂർ 50 മിനിറ്റ്. 5:50 അത് പുറപ്പെട്ട സമയം. പക്ഷെ പുറപ്പെട്ടോ? ഇല്ല, 30 മിനിറ്റ് വൈകി. 30 മിനിറ്റ് വൈകി എന്ന് പറയുമ്പോൾ ഇതിന്റെ കൂടെ 30 മിനിറ്റ് കൂടെ കൂട്ടണം. മിനിറ്റിന്റെ കൂടെ മിനിറ്റ് കൂട്ടണം. ഇതാണ് മിനിറ്റ്, 50 മിനിറ്റ്. അതിന്റെ കൂടെ 30 കൂട്ടണം. 5:50 അതായത് 5 മണിക്കൂർ 50 മിനിറ്റ്. അതിന്റെ കൂടെ 30 മിനിറ്റ് കൂടെ കൂട്ടുമ്പോ എത്ര വരും? 5 മണിക്കൂർ 80 മിനിറ്റ് എന്നാണ് കിട്ടുക അല്ലെ? കണക്ക് പ്രകാരം 5:80 വരിക. യഥാർത്ഥത്തിൽ 5:80 എന്ന് പറഞ്ഞാൽ എത്രയാ? ഇങ്ങനെ 80 എന്നൊരു സമയം മിനിറ്റ് ഇല്ലല്ലോ. ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റാ? 60 മിനിറ്റ് ആണ്. അതായത് 80-ല് 60 മിനിറ്റ് അങ്ങോട്ടേക്ക് പോകും. അതായത് ഒരു മണിക്കൂർ അങ്ങോട്ട് പോകും. 80-ല് 60 മിനിറ്റ് ഒരു മണിക്കൂർ അങ്ങോട്ട് പോകുമ്പോൾ ഇതെന്താകും? ഇത് 6 ആകും.
ഇതോ 20. കൃത്യമായി പറയുകയാണെങ്കിൽ വണ്ടി പുറപ്പെട്ടത് 6:20-നാണ്, രാവിലെ 6:20. അതാണ് നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് വളഞ്ഞ് തിരിഞ്ഞൊക്കെ ചോദ്യം തന്നതാണ്. പക്ഷെ നമ്മളത് കറക്റ്റായിട്ട് ആ പുറപ്പെട്ട സമയം കണ്ടുപിടിക്കണം. 5:50 പുറപ്പെടേണ്ടത്, 30 മിനിറ്റ് വൈകി, 30 മിനിറ്റ് വൈകുമ്പോൾ അതിന്റെ കൂടെ കൂട്ടുക, 5:50 കിട്ടും. 5:80 എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് 6:20. അപ്പോഴാണ് വണ്ടി പുറപ്പെട്ടത്. അപ്പൊ നമുക്ക് പുറപ്പെട്ട സമയം കിട്ടി 6:20. എപ്പോഴാ എത്തിയത്? അതിവിടെ തന്നിട്ടുണ്ട് കറക്റ്റായിട്ട് 15:10. റെയിൽവേ ടൈം എപ്പോഴും ഇങ്ങനെ പറയാം. നമുക്കറിയാം സാധാരണ 12 മണിക്കൂർ എന്നൊക്കെയല്ലേ പറയാ. പക്ഷെ റെയിൽവേ ടൈം പറയുമ്പോൾ 15:10. 15:10 എന്ന് പറഞ്ഞാൽ ശരിക്കും ഉച്ചയ്ക്ക് ശേഷം 3:10 എന്നാണ് അർത്ഥം. ശരി, നമുക്ക് 15:10 എടുത്തിട്ട് കണക്ക് ചെയ്യാം. അതാണ് എളുപ്പം. അപ്പൊ എങ്ങനെ കാണുന്ന നേരത്തെ പറഞ്ഞത്, എത്തിച്ചേർന്ന സമയത്തിൽ നിന്ന്, അതായത് 15:10 നിന്ന് എന്ത് ചെയ്യാം, 6:20 കുറയ്ക്കാം. ഇതാണ് കുറയ്ക്കേണ്ടത്. പക്ഷെ ഇവിടെ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നില്ലേ? ഇവിടെ 15:10 ചെറിയ സംഖ്യ, ഇവിടെ 20 ഇതിനേക്കാൾ വലിയ സംഖ്യ. അതിങ്ങനെ കുറച്ചെടുക്കാനുള്ള ഒരു ചെറിയ പ്രയാസമുണ്ട്. ആ പ്രയാസം മാറ്റാൻ എന്താ വഴി? ഈ 10 നമുക്കൊന്ന് മാറ്റാൻ പോവാം. അതെങ്ങനെയാണെന്നറിയോ? ഇത് 15 ഈ 15 പകരം എന്തെഴുതാന്നറിയോ? 14 മണിക്കൂർ 60 മിനിറ്റ് എഴുതാം. ശരിയാണോ? അങ്ങനെ എഴുതാവോ? അതെ, നമ്മൾ ഇവിടെ അങ്ങനെ ചെയ്തില്ലേ? ഈ 80-ല് 60 മിനിറ്റ് അങ്ങോട്ട് കൂട്ടിയില്ലേ, 1 മണിക്കൂർ. അങ്ങനെയാണല്ലോ ഇത് 6 അതേപോലെ തിരിച്ച് ഇങ്ങോട്ടേക്ക് 15 നമുക്ക് 14 മണിക്കൂറും 60 മിനിറ്റും ആക്കി മാറ്റാം. ഇനി ഇതിന്റെ കൂടെ എന്തുകൂടെ ഉണ്ട്? 15-ന്റെ കൂടെ 10 കൂടെ ഉണ്ട്. അങ്ങനെ വരുമ്പോ 14:70 എന്ന് കിട്ടും. ഇപ്പൊ ഈ 20-നേക്കാൾ കൂടിയില്ലേ ഇവിടെ 14:70 അല്ലേ? ഇനി സിമ്പിൾ. ഇനി നമുക്ക് 6:20 കുറയ്ക്കാം. ഞാൻ എന്തിനാ അറിയോ ഇങ്ങനെ പറയുന്നത്? നമ്മൾ വളരെ പ്രയാസപ്പെട്ടുള്ള കണക്ക് നോക്കി ആലോചിച്ച് അയ്യോ എന്നൊക്കെ അല്ലേ, അത് നമുക്ക് ഇങ്ങനെ ഈ കണക്ക് വളരെ ഈസി ആക്കിയിട്ട് മാറ്റാം. അതാണ് ഞാൻ ഈ വഴി ഇങ്ങനെയൊക്കെ കുറെ നീട്ടി പറയുന്നത്. ഓക്കെ, ഇനി 0 0 0 തന്നെ. 2-നോട് 5 കൂട്ടിയാൽ 7, 6-നോട് 8 കൂട്ടിയാൽ 14. അപ്പൊ എന്ത് കിട്ടി? 8 മണിക്കൂർ 50 മിനിറ്റ്. അതാണ് യാത്രക്കെടുത്ത സമയം. ഓക്കെ, 3 കിലോഗ്രാം പപ്പായയുടെ വിലക്ക് 1 കിലോഗ്രാം ആപ്പിൾ വാങ്ങാം. 1 കിലോഗ്രാം ആപ്പിളിന്റെ വിലക്ക് 6 കിലോഗ്രാം ഏത്തപ്പഴം വാങ്ങാം. 1 കിലോഗ്രാം ഏത്തപ്പഴത്തിന് 40 രൂപയാണെങ്കിൽ 1 കിലോഗ്രാം പപ്പായയുടെ വില എത്രയാണ്? ഇതിലെ ചോദ്യം എന്താണ്? 1 കിലോഗ്രാം പപ്പായയുടെ വില എത്ര? അതാണ് ചോദ്യം. ആ ചോദ്യത്തിന് വേണ്ടി നമുക്ക് തന്നിട്ടുള്ള എന്താ അറിയോ? 1 കിലോഗ്രാം ഏത്തപ്പഴത്തിന് 40 രൂപയാണെങ്കിൽ 1 കിലോഗ്രാം പപ്പായയുടെ വില. അപ്പൊ ഇത് തമ്മിൽ തമ്മിലെ ബന്ധമുള്ളത്, ബന്ധിപ്പിച്ചത് ഏത്തപ്പഴത്തിന്റെ വിലയും പപ്പായയുടെ വിലയും തമ്മിൽ ബന്ധിപ്പിക്കും. ഇതിനകത്ത് വേറെ വിലയൊന്നും തന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ബന്ധിപ്പിക്കാൻ എങ്ങനെ കഴിയും? ഈ ചോദ്യം വളരെ പ്രശ്നമാണെന്ന് കരുതി വിട്ടേക്കരുത്. അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്നറിയോ? ഇതിൽ പറഞ്ഞ കാര്യങ്ങള് സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതി വെക്കാം. അതെങ്ങനെയാ? എന്താ പറഞ്ഞിരിക്കുന്നത്? 3 കിലോഗ്രാം പപ്പായയുടെ വില 1 കിലോഗ്രാം ആപ്പിൾ വാങ്ങാം. അപ്പൊ 1 കിലോഗ്രാം ആപ്പിളിന്റെ വിലയും 3 കിലോഗ്രാം പപ്പായയുടെ വിലയും തുല്യമാണ് അല്ലെ? അത് എഴുതാൻ പോണേ. 1 കിലോഗ്രാം ആപ്പിളും 3 കിലോഗ്രാം പപ്പായയും രണ്ടിന്റെയും വില തുല്യമാണ്. അതാണ് ഒന്നാമത്. രണ്ടാമത് തന്നെന്താ? 1 കിലോഗ്രാം ആപ്പിളിന്റെ വിലക്ക് 6 കിലോഗ്രാം ഏത്തപ്പഴം വാങ്ങാം.
അപ്പൊ അവിടെയും എന്താണ് 1 കിലോഗ്രാം ആപ്പിളിന്റെ വിലയും 6 കിലോഗ്രാം ഏത്തപ്പഴത്തിന്റെ വിലയും തുല്യമാണ്. ഇവിടെ ഇപ്പൊ 2 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എന്താ? 1 കിലോഗ്രാം ആപ്പിളിന്റെ വില 3 കിലോഗ്രാം പപ്പായയുടെ വില തുല്യം. 1 കിലോഗ്രാം ആപ്പിളിന്റെ വിലയും 6 കിലോഗ്രാം ഏത്തപ്പഴത്തിന്റെ വിലയും തുല്യം. നമ്മുടെ ചോദ്യം പപ്പായയുടെ വിലയാണ്. പപ്പായയുടെ വില കിട്ടണമെങ്കിൽ ഏത്തപ്പഴത്തിന്റെ വില വെച്ച് കണ്ടുപിടിക്കണം. അപ്പൊ നോക്കൂ, ഇത് വെച്ച് പപ്പായയും ഏത്തപ്പഴവും തമ്മിലുള്ള ബന്ധം പറയാൻ പറ്റില്ലേ? ഇത് തുല്യം, ഇത് തുല്യം, ഇത് രണ്ടും ഒന്നിനാണല്ലോ ആപ്പിൾ. അതായത് ഇത് രണ്ടും തുല്യമാണ് എന്ന് അർത്ഥം. എങ്ങനെ? 3 കിലോഗ്രാം പപ്പായയുടെ വിലയും 6 കിലോഗ്രാം ഏത്തപ്പഴത്തിന്റെ വിലയും തുല്യമാണ്. 3 കിലോഗ്രാം പപ്പായയുടെ വിലയും 6 കിലോഗ്രാം ഏത്തപ്പഴത്തിന്റെ വിലയും തുല്യമാണ്. ഇവിടെ ഏത്തപ്പഴത്തിന്റെ വില തന്നിട്ടുണ്ട് അല്ലേ? എത്രയാ? കിലോഗ്രാമിന് 40 രൂപയാണ് ഏത്തപ്പഴത്തിന് വില. 6 കിലോഗ്രാം ഏത്തപ്പഴം എത്ര വരും? 6 ഗുണിക്കണം 40, 240 രൂപയാണ് 6 കിലോഗ്രാം ഏത്തപ്പഴത്തിന്റെ വില. 6 കിലോഗ്രാം ഏത്തപ്പഴത്തിന്റെ വിലയും 3 കിലോഗ്രാം പപ്പായയുടെ വിലയും തുല്യമാണ്. അപ്പൊ 3 കിലോഗ്രാം പപ്പായയുടെ വില നമുക്ക് കിട്ടി. എത്രയാ? 240 രൂപ. അത് തന്നെയാണ് 6 കിലോഗ്രാം ഏത്തപ്പഴത്തിന്റെ വിലയും. ഇപ്പൊ ഇത് വെച്ചിട്ട് 1 കിലോഗ്രാം പപ്പായയുടെ വില കാണാമല്ലോ അല്ലെ? എങ്ങനെ കാണും? പപ്പായയുടെ 1 കിലോഗ്രാം പപ്പായയുടെ വില സമം 240 ഹരിക്കണം 3. 24നെ 3 കൊണ്ട് ഹരിച്ചാൽ 8, അല്ലെങ്കിൽ 3നെ 8 കൊണ്ട് ഗുണിച്ചാൽ 24. 0. എത്ര കിട്ടി? യെസ്, 80 രൂപ. അതാണ് ഇതിന്റെ ഉത്തരം. ഏറ്റവും വലിയ നാലക സംഖ്യയും ഏറ്റവും വലിയ മൂന്നക സംഖ്യയും കൂട്ടാൻ പറഞ്ഞപ്പോൾ കൂട്ടുന്നതിന് പകരം കുറയ്ക്കുകയാണ് റഹീം ചെയ്തത്. റഹീമിന് കിട്ടിയ ഉത്തരവും ശരിയായ ഉത്തരവും തമ്മിലുള്ള വ്യത്യാസം എത്ര? അപ്പൊ ഇവിടെ കഥാപാത്രങ്ങൾ എന്തൊക്കെയാ? ഏറ്റവും വലിയ നാലക സംഖ്യ. ഏറ്റവും വലിയ നാലക സംഖ്യ ഏതാണ്? 9999. 49. ഏറ്റവും വലിയ മൂന്നക സംഖ്യ അപ്പൊ 3. എന്താ വേണ്ടത്? ഇത് കൂട്ടാനാണ് പറഞ്ഞത്, പക്ഷെ റഹീം എന്ത് ചെയ്തു? അത് കുറച്ചു അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് കുറക്കാം. 9999 നിന്ന് 999 കുറക്കുന്നു. 9 കൂട്ടിയ 0 0 0. കൂട്ടുകാരെ കുറക്കാണ് ചെയ്തത്. ശരിക്കും എന്താ വേണ്ടത്? അത് കൂട്ടുകയാണ്. അപ്പൊ നമ്മൾ കൂട്ടിയാവും അല്ലെ? 9999 999 കൂട്ടാം. 9 9 18, 9 1 18 1 19, 18 1 19, 10. 10998 ആണ് ശരിക്കും വേണ്ടത്. ചോദിച്ചിരിക്കുന്നത് എന്താ? ഇവ തമ്മിലുള്ള വ്യത്യാസം. 9000 കുറക്കുക. 8 9 9 9 1 കൂട്ടിയാൽ 10. 1998 ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. അടുത്ത ചോദ്യം. ശരിയായത് തിരഞ്ഞെടുത്ത് പൂർത്തിയാക്കുക. 1 2 3 4 ചതുരങ്ങളുണ്ട്. 4 ചതുരങ്ങളെയും 4 കള്ളിയാക്കി വെച്ചിട്ടുണ്ട്. ഇതില് ഒന്നാമത്തെ കള്ളി എന്താണുള്ളത്? 2 16 8 4, 3 81 27 9, 4 256 64 16. ഇവിടെ 3 കള്ളി വിട്ടിട്ടുണ്ട്, ഒരു കള്ളി തന്നിട്ടുണ്ട് 625. അപ്പൊ ഈ 3 കള്ളി നമ്മൾ പൂരിപ്പിക്കണം. ശരിയായത് തിരഞ്ഞെടുത്ത് കണം പൂർത്തിയാക്കുക. അങ്ങനെ പൂരിപ്പിക്കാൻ വേണ്ടി തന്നിരിക്കുന്നത് 6 210 36, 6 216 36, 5 125 50, 5 125 25. ഇതിൽ ഏതാണ് ഉത്തരം കണ്ടുപിടിക്കുന്നത്? ഇത്തരം പാറ്റേണിന്റെ ഉത്തരം കാണാൻ നമ്മുടെ കണ്ണ് നന്നായി തുറന്ന് പിടിക്കണം. നന്നായി തുറന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഉത്തരം തന്നാലെ കണ്ണിലേക്ക് കയറും. അതെങ്ങനെയാണെന്ന് നോക്കൂ. ഇവിടെ എന്താണുള്ളത്? 2. ഇവിടെ എന്താണുള്ളത്? 3. ഇവിടെ എന്താണുള്ളത്? 4. 2 3 4. ഇവിടെ എന്ത് വരും? 5 വരും. സംശയമില്ലല്ലോ.
അപ്പൊ ഇതില് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും റോങ്. അത് 6 വന്നിരിക്കുന്നത്, അതിനെ കുറിച്ച് ചിന്തിക്കണ്ട, അതെന്തോ ആകട്ടെ. പിന്നെ 5 വന്നിരിക്കുന്നത് 1 ഇതും 1 ഇതും. ഇനി ഇതിൽ ഏതാ ശരി എന്നാണ് നോക്കുന്നത്. നോക്കൂ, 2 കുറിക്കണം എത്രയാ? 4 ഇവിടെ വന്നിട്ടുണ്ട്. 3 കുറിക്കണം 3 എത്രയാ? 9 ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ക്രോസ്. 4 കുറിക്കണം 4 16 ഈ ക്രോസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് 5 കിട്ടുമ്പോൾ ക്രോസ് ഇവിടെ എത്ര വരണം? 25 വരണം. അത് എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ് അങ്ങനെ വന്നിരിക്കുന്നത്. 5 25 ഇതല്ല, ഇതാ 40. അപ്പൊ ഓപ്ഷൻ സിയും തെറ്റ്. എ തെറ്റ്, ബി തെറ്റ്, സി തെറ്റ്, ഡി ശരിയായി. ഇനി അധികം ആയിരിക്കട്ടെ. ഓക്കെ.